ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെ ഇത്തവണത്തെ ബ്രസീലിന്റെ സ്ക്വാഡിൽ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്താത്തത് വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ബ്രസീലിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നത്. നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പലരും പല സ്റ്റേറ്റ്മെന്റുകളും നടത്തി. അതേസമയം കാർലോ ആഞ്ചലോട്ടിയെ പിന്തുണച്ചുകൊണ്ട് ചിലർ രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെയ്മറുടെ റിയാക്ഷൻ വീഡിയോ ആയിരുന്നു. ബ്രസീലിയൻ ദേശീയ ടീമിൽ അദ്ദേഹത്തിന് ഇടം ലഭിക്കാത്തതിലുള്ള പ്രതികരണം അത് റിയാക്ഷൻ വീഡിയോയിലൂടെ സാന്റോസ് പുറത്തുവിട്ടിരുന്നു. അതിൽ ഒരു ഭാഗത്ത് നെയ്മർ പറയുന്ന ഒരു കാര്യമുണ്ട്. കാർലോ ആഞ്ചലോട്ടി തന്നെ ഒഴിവാക്കും എന്നുള്ളത് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന ഒരു പോർഷൻ അവിടെ ഉണ്ടായിരുന്നു. അത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. പലരും അത് വിലയിരുത്തിയത് കാർലോ ആഞ്ചലോട്ടിക്ക് നെയ്മർ ജൂനിയറോട് ഒരു വൈരാഗ്യമുണ്ട്, അത് നെയ്മർക്ക് മനസ്സിലായി കഴിഞ്ഞു, ആ വൈരാഗ്യത്തെയാണ് നെയ്മർ ജൂനിയർ ചൂണ്ടിക്കാണിച്ചത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് CNN ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും ഫേമസ് ആയ മാധ്യമങ്ങളിൽ ഒന്നാണ് CNN. അവർ പറയുന്നത് നെയ്മർ ജൂനിയറുടെ സമീപകാലത്തെ സ്റ്റേറ്റ്മെന്റുകളിൽ ഇപ്പോൾ CBFനും കാർലോ ആഞ്ചലോട്ടിക്കും വലിയ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു വിഭാഗീയത ബ്രസീലിൽ സൃഷ്ടിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞു, അതല്ലെങ്കിൽ ഒരു ചേരിതിരിവ് ഉണ്ടാക്കിയെടുക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ CBF വിശ്വസിക്കുന്നത്. താരത്തിന്റെ സമീപകാലത്തെ പ്രസ്താവനകളിൽ CBF വലിയ അതൃപ്തി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ആരാധകർക്കിടയിലുമുള്ള തന്റെ ആ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കാർലോ ആഞ്ചലോട്ടിക്കെതിരെ നെയ്മർ ജൂനിയർ ഒരു ക്യാമ്പയിൻ നടത്തി, അല്ലെങ്കിൽ CBFനെതിരെ ഒരു ക്യാമ്പയിൻ നെയ്മർ ജൂനിയർ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെടുന്നത്. നമ്മളും അവരും എന്ന രീതിയിലുള്ള ഒരു ചേരിതിരിവ് നെയ്മർ ജൂനിയർ തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങളെയും ആരാധകരെയും അതുപോലെ തന്നെ ബ്രസീലിലെ ഇൻഫ്ലുവൻസർമാരെയും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്തു എന്നാണ് CBFും കാർലോ ആഞ്ചലോട്ടിയും ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കാർലോ ആഞ്ചലോട്ടിയും CBFും കടുത്ത അസംതൃപ്തരാണ് എന്നുള്ളത് മാത്രമല്ല, നെയ്മറെ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ നിന്നും ഒഴിവാക്കിയേക്കും എന്നാണ് CNN ഇപ്പോൾ പറയുന്നത്. അതായത് ഏതാണ്ട് നെയ്മർ ജൂനിയർ ഇപ്പോൾ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. നെയ്മറുടെ സമീപകാലത്തെ സ്റ്റേറ്റ്മെന്റുകളും ആ റിയാക്ഷൻ വീഡിയോയും അതുപോലെ തന്നെ നെയ്മറുടെ ആരാധക കൂട്ടത്തിന്റെ പ്രതിഷേധവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രതിഷേധങ്ങളും ഒക്കെ ഒരു തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. ഇതിപ്പോൾ CNN ഒരു റിപ്പോർട്ട് മാത്രമാണ്. നെയ്മർക്ക് മുന്നിൽ ഇനിയും ഒരുപാട് സമയം അവശേഷിക്കുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് വീണ്ടെടുക്കുക, അനാവശ്യമായ വിവാദങ്ങളോ ബഹളങ്ങളോ ഉണ്ടാക്കാതിരിക്കുക, എന്നാൽ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ടീമിൽ എടുത്തേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.